ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഒരു അടിപൊളി ബട്ടർ ചിക്കനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള മസാല, പിന്നെ തക്കാളി വേവിച്ച് തൊലി കളഞ്ഞ് അടിച്ചിട്ടുള്ള ഇതാണ്. ഒരു 5-6 തക്കാളി ഉണ്ട്. പിന്നെ ചിക്കൻ സ്റ്റോക്ക് വാട്ടറാണ്. പിന്നെ 1 കപ്പ് തൈര്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 ചതച്ചത്, പിന്നെ ഫ്രഷ് ക്രീം, പിന്നെ ഒരു 6 സവാള നന്നായി അരച്ചതാണ്, 100 ഗ്രാം ബട്ടർ, പിന്നെ കസ്തൂരി മേത്തി, മല്ലിയില, പിന്നെ ഇത് അണ്ടിപ്പരിപ്പും വെള്ളവും കൂടി വെള്ളത്തിൽ കുതിർത്ത് അടിച്ച് വെച്ചത്, ഗരം മസാല, കുരുമുളക്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക്, ഓയിൽ, ആവശ്യത്തിനുള്ള ഓയിൽ. ഇത് എല്ലില്ലാത്ത ചിക്കനാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടുക, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1.5 കയ്യിൽ കടുകെണ്ണ, ഇനി 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 കയ്യിൽ തൈര്. നമുക്ക് കുറച്ച് കളർ ആഡ് ചെയ്യാം. ഞാൻ നന്നായി മിക്സാക്കി കൈകൊണ്ട് നന്നായി മിക്സാക്കണം. നന്നായി മിക്സാക്കി എടുക്കുക കൈകൊണ്ട്. എന്നിട്ട് നമുക്ക് 1/2 മണിക്കൂർ 1.5 മണിക്കൂർ. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കായം പറ്റിയ ചിക്കൻ അതിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. നന്നായി മൊരിയൊന്നും വേണ്ട, ഏകദേശം മൊരിയല്ലേ. ഇപ്പോൾ ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി കഴിഞ്ഞാൽ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. അത് നന്നായി മൂത്ത് വരണം. അപ്പോൾ ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള സവോള അതിലിട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരണം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മസാല അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായി മിക്സ് ആക്കാം. അതിന് ശേഷം നമ്മൾ തക്കാളി അരച്ച് വെച്ചിട്ടുള്ളത് അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കണം. രണ്ടൊന്ന് നന്നായി മൂത്ത് വരുന്നത് വരെ, ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇട്ട് കൊടുക്കാം. വെള്ളം അണ്ടിപ്പരിപ്പും കൂടി അരച്ച് വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ലിറ്റർ പാല് അതും കൂടി അതിൽ ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് നേരം പതയുന്നത് വരെ വെക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ തരി കളർ പൊടി ഇടുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. നമുക്ക് ഭംഗിക്ക് വേണ്ടിയാണ് ചെയ്തത്. ഞാൻ നേരത്തെ ചിക്കൻ സ്റ്റോക്ക് വാട്ടർ പറഞ്ഞത് അത് കുറച്ച് അതിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലിട്ട് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബട്ടർ ഇട്ട് കൊടുക്കാം. 1 കഷ്ണം ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം. നമുക്ക് തൂമിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഇട്ടിട്ടുണ്ട്. നമുക്ക് അത് നന്നായി മെൽറ്റ് ആവുന്നത് വരെ വെക്കാം. നമുക്കതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന്
ഇപ്പോൾ ഏകദേശം നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അധികം വെക്കരുത്, അതിന് വെച്ചൊന്ന് കഴിക്കും. അപ്പം കുറച്ചരിഞ്ഞ് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ പാത്രത്തിലേക്കൊക്കെ മാറ്റുന്നുണ്ട്. നമുക്ക് അതിൻ്റെ മേലെ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് ചെറിയ ഡെക്കറേഷൻ ചെയ്യാം. നടുവിലൊരു കഷ്ണം ബട്ടറും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാം ട്രൈ ചെയ്യാം. വീഡിയോ